ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് A4 കളർ പേപ്പർ വെച്ചിട്ട് റോസ് ഫ്ലവർ ആണ്. അതിനായിട്ട് വേണ്ടത് നമുക്ക് 2 കളർ പേപ്പറാണ്. മെഷർമെൻറ്റ് ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ആദ്യമായി നമുക്ക് പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 16 പെറ്റൽസ് ആണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് ഫ്ലവറിൻ്റെ സ്റ്റെം ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോ പെറ്റൽസ് ആയിട്ട് ഈ സ്റ്റെമ്മിൽ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. ഒത്തിരി ക്രാഫ്റ്റ് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കയറി ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓരോ പെറ്റൽസ് ആയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സെപ്പൽസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ സെപ്പൽസ് റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്ക് ഫ്ലവറിൻ്റെ അടിഭാഗത്തായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അതിനു മുമ്പ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഫ്ലവറിൻ്റെ താഴെ ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ലീഫ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ലീഫിൻ്റെ ഷേപ്പിലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ലീഫിനെ റോസിൻ്റെ ലീഫിൻ്റെ ഷേപ്പിലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതുപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ ചെയ്യുമ്പോൾ ലീഫിനൊരു പ്രത്യേക ഷേപ്പാണ് വരുന്നത്. കണ്ടോ, നമ്മൾ ലീഫ് ഇതുപോലെ മടക്കുമ്പോൾ നമുക്ക് ഈ ഷേപ്പിലാണ് കിട്ടുന്നത്. ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. ഇനി നമുക്ക് ലീഫിൻ്റെ സ്റ്റെം ഒന്ന് ചെയ്തെടുക്കാം. ലീഫിൻ്റെ സ്റ്റെം ഭാഗം ഇതുപോലെ കൈവച്ചൊന്ന് അമർത്തി കൊടുക്കുക. ഇനി നമുക്ക് ഓരോ ലീഫായിട്ട് ഈ സ്റ്റെമ്മിന്മേൽ ഇതുപോലെ ഒന്ന് ഗം വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, നമുക്കൊരു റോസിൻ്റെ ലീഫിൻ്റെ ഷേപ്പിൽ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റെമ്മ് ഫ്ലവറിൻ്റെ സ്റ്റെമ്മിന്മേൽ ഗം വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിരിക്കുകയാണ്. വളരെ സിമ്പിൾ അല്ലേ? എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്ക് വരെ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു. ബൈ ബൈ.